Hi all. In this video, we are going to discuss about keyboard interfacing with 8051 microcontroller. Minor course like KTU-ന്റെ minor course ECT 282 that is minor microcontrollers എന്ന് പറഞ്ഞ ആ ഒരു സബ്ജക്റ്റിലെ module 3 ഒരു portion ആണ് keyboard interfacing with 8051. Let us see how a keyboard is interfaced with 8051 microcontroller. Interfacing a keyboard, അത് കീബോർഡ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് ആക്ച്വലി an input device അല്ലേ, നമ്മൾ കമ്പ്യൂട്ടറിലുള്ള പോലെ ഒരു ഇൻപുട്ട് ഡിവൈസ് ആണ്. ദാറ്റ് ഇസ് എ കീപാഡ്. യു ഹാവ് ഇറ്റ് ഇൻ അവർ മൊബൈൽ ഫോൺസ് എവറിവെയർ. ഈ കീപാഡ് മൈക്രോ കൺട്രോളറുമായിട്ട് ഇന്റർഫേസ് ചെയ്തു and you enter the values from the keypad that will be obtained at the microcontroller. For display ആയിട്ട് നമുക്ക് display device we have LCD, LED, everything that is also interfaced with microcontroller. ഒരു previous video you can find that LCD interfacing or our display interfacing with 8051 microcontroller. Now what we are going to do is a keypad being interfaced with 8051 microcontroller. ഇവിടെ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന കീപാഡ് ഒരു typical keypad that you can see is a 4x4 keypad. അപ്പോൾ ഇതിനകത്ത് 4 rows and 4 columns ഉള്ള ഒരു 4x4 matrix keypad ആണ് we are using here. അപ്പം when there is a key press, നമ്മളൊരു 5 എന്ന് പറഞ്ഞ് പ്രസ് ചെയ്താൽ there occurs a key press and a connection between that row and column. അപ്പോൾ അവിടെ ഒരു current flow നടക്കുകയാണ്. അപ്പോൾ and then what we do is we read the columns to see which column is being pressed. ഒരു കോളം ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ we will see which row is being pressed. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് കിടക്കാം. So this is how you have a 4x4 keypad matrix. ഇതിൽ പോർട്ട് 1നെ നമ്മൾ ഔട്ട്പുട്ട് പോർട്ടായിട്ട് നമ്മൾ ഇനിഷ്യലൈസ് ചെയ്തു and port 2നെ നമ്മൾ ഇൻപുട്ട് പോർട്ടായിട്ട് with all the columns. Port 1 has all the rows. R1, R2, R3, R4 are the ports. അപ്പോൾ അതിനെ നമ്മൾ 0 കൊടുത്തു. Port 0, I mean rows are all grounded to 0 while columns are all made into high. അപ്പോൾ ആദ്യം ഒരു കീയും പ്രസ് ചെയ്തിട്ടില്ല. അപ്പോൾ ഈ ഒരു സർക്യൂട്ടിൽ യു ക്യാൻ സീ ദർ ഇസ് നോ കീ ദാറ്റ് ഇസ് ബീങ് പ്രസ്ഡ് അല്ലേ. അവിടെ ഒരു ഡീൽ യു ക്യാൻ സീ ദർ ഇസ് നോ കണക്ഷൻ അല്ലേ. അവിടെ കീ പ്രസ് നടന്നിട്ടില്ല. അങ്ങനെ ആവുമ്പോൾ കോളംസിൻ്റെ എല്ലാം വാല്യൂ 1 തന്നെ ആയിരിക്കും. എവറി കോളം വിൽ ഷോ എ ഹൈ വാല്യൂ. ക്ലിയർ? ആൻഡ് വെൻ ദർ ഇസ് എ കണക്ഷൻ, ഒരു കീ പ്രസ് ആയി കഴിഞ്ഞാൽ വാട്ട് ഹാപ്പൻസ് ഈസ് you have that particular column showing a 0. അപ്പോൾ അവിടെ ഒരു ആ റോയുമായിട്ട് കണക്ട് ചെയ്തു there will be a 0 here. അപ്പം അങ്ങനെ വരുമ്പോൾ നമുക്ക് ഏത് കോളം ആണെന്ന് മൈക്രോ കൺട്രോളർ ഐഡന്റിഫൈ ചെയ്യും. ഓക്കെ, ലെറ്റ് us see. ഇവിടെ ഒരു കീ പ്രസ് നടന്നു. this key is being pressed. അപ്പോൾ അവിടെ എന്താ സംഭവിച്ചത്? there is a connection, right? അപ്പോൾ അവിടെ ആ റോയും കോളവും തമ്മിൽ കണക്ഷൻ ആയി. What happens here is that E0, the rows are all 0, right? അപ്പോൾ ആ 0 you can see that will be obtained here. അപ്പോൾ ആ ഒരു കോളം 2 മാത്രം 0 കാണിക്കും. പക്ഷെ അത് ആ റോയിൽ നിന്നാണ് വരുന്നതെന്ന് മൈക്രോ കൺട്രോളറിന് അറിയില്ല. മൈക്രോ കൺട്രോളർ ഹാസ് ടു ഐഡന്റിഫൈ ദാറ്റ്. അപ്പോൾ 8051 only identifies that column 2 has a 0. അപ്പോൾ കോളം 2ലാണ് ഒരു കീ പ്രസ് നടന്നിരിക്കുന്നതെന്ന് ആദ്യം മനസ്സിലായി. Now what the microcontroller has to do is column 2 ആണെന്ന് സ്കാൻ ചെയ്ത് കിട്ടി. Now we have to do the row scan. അപ്പോൾ കോളം നമ്മളെല്ലാം ഹൈ ആക്കി വെച്ചുകൊണ്ട് ഓരോ റോയും സ്കാൻ ചെയ്യാൻ നോക്കും. ആദ്യം റോ R1 സ്കാൻ ചെയ്തു. R1 സ്കാൻ ചെയ്തപ്പോൾ എന്തായി? എല്ലാം 0 ആയി. ഐ മീൻ എല്ലാം 1 തന്നെയാണ് കാണിക്കുന്നത്. അതിൻ്റെ അർത്ഥം there is no key press അല്ലേ. ഇവിടെ ഒരു കീ പ്രസ് ആയി കണക്ഷൻ ഉണ്ടെങ്കിൽ മാത്രമല്ലേ ഇത് കൂടെ 0 ഇങ്ങോട്ട് വരുള്ളൂ. ഐ മീൻ there will be a 0 that will be displayed here. അതില്ല. അപ്പോൾ റോ R1 അല്ല. ഇനി R2ൽ നോക്കി. R2ൽ വന്നപ്പോൾ ഇവിടെ ഒരു കീ പ്രസ് ഉണ്ട്. കീ പ്രസ് ഉണ്ട്. സോ ഇറ്റ് ഐഡന്റിഫൈസ് ദാറ്റ് there is a key press in row 2. R2ൽ ഒരു കീ പ്രസ് ഉണ്ട്. ആൻഡ് സോ യു ഹാവ് 0 here. അതുകൊണ്ടാണ് കോളത്തിൽ 1011 വന്നത്. ഇനി again the next case R3 കോളം സ്കാൻ ചെയ്യുവാണെങ്കിൽ what happens? ഇവിടെ ഒരു കീ പ്രസ് നടന്നിട്ടില്ല. there is no connection, therefore the column will only show 1111. എല്ലാം 1 തന്നെയായിരിക്കും, ഹൈ ആയിരിക്കും. ഇനി R4 ആണ് സ്കാൻ ചെയ്യുന്നതെങ്കിലും സിമിലർലി എല്ലാം 1 തന്നെ കാണിക്കുള്ളൂ because there is no key press.
ഇനി ഫോർ എക്സാമ്പിൾ ഇവിടെയാണ് ഒരു കീ പ്രസ് നടന്നിരിക്കുന്നതെങ്കിലോ വാട്ട് ഹാപ്പൻസ്? ഇവിടെ ഈ ഒരു ഇവിടെയാണ് കീ പ്രസ് നടന്നിരിക്കുന്നതെങ്കിൽ കോളം 4ൽ ഒരു 0 വരും, റൈറ്റ്? അങ്ങനെ വരുവാണെങ്കിൽ എന്നിട്ട് നമ്മൾ അത് കഴിഞ്ഞ് ഇനി ഏത് റോ ആണെന്ന് മൈക്രോ കൺട്രോളർ ഐഡൻറ്റിഫൈ ചെയ്യും. അപ്പോൾ R4ൽ നമ്മൾ സ്കാൻ ചെയ്യുമ്പോഴായിരിക്കും ആ ഒരു 0 വീണ്ടും കോളം സ്കാനിൽ റോ സ്കാനിൽ കണ്ടുപിടിക്കുന്നത്. ക്ലിയർ? നൗ ഈ ഓരോ കീക്കും നമ്മളൊരു വാല്യൂ കൊടുത്തിട്ടുണ്ട്, റൈറ്റ്? കീപാഡ് മെട്രിക്സ് you would have seen, right? But all these values are already stored in the lookup table in an external memory of 8051 microcontroller. അപ്പോൾ അതിൻ്റെ ഒരു ലുക്കപ്പ് ടേബിൾ നമ്മൾ ഓൾറെഡി സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം ഇനി ഏതെങ്കിലും ഒരു കീ പ്രസ്സായി, ഇപ്പോൾ 5 പ്രസ്സായി എന്നുണ്ടെങ്കിൽ അപ്പോൾ ഈ ഒരു വാല്യൂ നമ്മൾ ലുക്കപ്പ് ടേബിളിൽ നിന്ന് റിട്രീവ് ചെയ്യുകയാണ് ചെയ്യുന്നത് മൈക്രോ കൺട്രോളർ. അതായത് ഈ R2ലെ കോളം 2ലെ ദിസ് key is being pressed, the value of that key corresponds to 5 in the lookup table. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ലുക്കപ്പ് ടേബിൾ നമ്മൾ സെറ്റാക്കി വെച്ചിട്ടുണ്ട് എക്സ്റ്റേണൽ മെമ്മറിയിൽ. അപ്പോൾ ആ എക്സ്റ്റേണൽ മെമ്മറിയിൽ നിന്ന് നമ്മൾ ആ ലുക്കപ്പ് ടേബിളിൽ നിന്ന് ആ 5 എന്ന് പറഞ്ഞ വാല്യൂ നമ്മൾ റിട്രീവ് ചെയ്തെടുക്കും മൈക്രോ കൺട്രോളർ. ക്ലിയർ? Now let's see the flow chart of the keypad interfacing or keyboard interface. നമ്മൾ ആദ്യം തന്നെ സ്റ്റാർട്ട് ചെയ്തു and ports are initialized. We have to initially ground all the rows എല്ലാം 0 ആക്കി വെക്കണം, and the columns are all high. എന്നിട്ട് കോളംസ് റീഡ് ചെയ്യാൻ തുടങ്ങാം. അപ്പോൾ ആദ്യത്തെ കേസിൽ നമ്മൾ ആദ്യം തന്നെ എന്താ ചെയ്യേണ്ടതെന്ന് കീസ് എല്ലാം ഓപ്പൺ ആണോ എന്നൊന്ന് കൺഫേം ചെയ്യണം. എല്ലാ കീയും നേരത്തെ ഒന്നും പ്രസ്സായിരിക്കുന്ന കീ ഒന്നും ഉണ്ടാവരുത്, റൈറ്റ്? അങ്ങനെ ഒരു വല്ല കീ പ്രസ് വല്ലതും ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുകയാണ്. ആൻഡ് ടു എൻഷുവർ ദാറ്റ് ഓൾ കീസ് ആർ ഓപ്പൺ. അപ്പോൾ കീ എല്ലാം ഓപ്പൺ ആണെങ്കിൽ നമുക്ക് നെക്സ്റ്റ് സ്റ്റേജിലേക്ക് കടക്കാം. ഇനി കീ എന്തെങ്കിലും പ്രസ്ഡ് ആയി കിടക്കുകയാണെങ്കിൽ again return back to the same process. ഇനി കീ എല്ലാം ഓപ്പൺ ആണെങ്കിൽ വി സ്റ്റാർട്ട് റീഡിങ് ദ കോളംസ്. അപ്പോൾ കോളം സ്കാൻ നടക്കാൻ പോവാം. അപ്പോൾ ഇനീഷ്യലി ഏതെങ്കിലും കീ ഡൗൺ ആണോ എന്ന് നോക്കുക. ഇൻ കേസ് അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ വി വെയിറ്റ് ഫോർ എ ഡീബൗൺസ് പ്രോസസ്. നമ്മൾ അറിയാതെ എങ്ങാനും പ്രസ്സായി കിടക്കുകയാണെങ്കിൽ വി വെയിറ്റ് ഫോർ എ ഡീബൗൺസ് പ്രോസസ് and we confirm that there is no key press. Next stage is read all the columns. അപ്പോൾ ഇവിടെയാണ് നമ്മുടെ കോളം സ്കാൻ ശരിക്കും നടക്കുന്നത്. അപ്പോൾ വി ഹാവ് ആ ഒരു കീ പ്രസ് എല്ലാം കീയും ഓപ്പൺ ആണെന്ന് നമ്മൾ 2 പ്രാവശ്യം ചെക്ക് ചെയ്യാണ്. ആദ്യത്തെ കേസിൽ എന്തെങ്കിലും പ്രീവിയസ് കണ്ടീഷനിൽ എങ്ങാനും പ്രസ്സായി പോയതാണോ എന്ന്, അതോ ആക്സിഡൻ്റലി വി ഹാവ് സം കീ പ്രസ്, അങ്ങനെ 2 പ്രാവശ്യം ചെക്ക് ചെയ്ത് നോക്കുകയാണ്. ആൻഡ് ഇഫ് ദർ ഇസ് നോ കീ പ്രസ് വി ഗോ ടു ദ നെക്സ്റ്റ് സ്റ്റേജ്. ഇനി അങ്ങനെ കീ പ്രസ് വല്ലതും ഉണ്ടെങ്കിലും നമ്മൾ ഡീബൗൺസിന് വേണ്ടി വെയിറ്റ് ചെയ്ത് സോ ദാറ്റ് ദ കീ കംസ് ബാക്ക് ടു ഇറ്റ്സ് ഒറിജിനൽ പൊസിഷൻ. അത് കഴിഞ്ഞിട്ട് കോളംസ് റീഡ് ചെയ്തു. ഏതെങ്കിലും കീ ഡൗൺ ആയിട്ട് കിടക്കുകയാണോ നോക്കുക, റൈറ്റ്? അപ്പോൾ കോളംസ് എല്ലാം 111 ആയിരുന്നല്ലോ, ഹൈ ആയിരുന്നല്ലോ. ഏതെങ്കിലും കീ 0 ആണെങ്കിൽ വാട്ട് ഹാപ്പൻസ്? നമ്മൾ പിന്നെ ചെയ്യേണ്ടത് എന്താ? കീ ഏതെങ്കിലും ഡൗൺ ആണോ നോക്കി, 0 ആണോ നോക്കി. യെസ് മീൻസ് യു ഹാവ് ടു ഗോ ടു റോ സ്കാൻ. പിന്നെ നമ്മൾ റോ സ്കാൻ ചെയ്യണം. ഇനി കീ ഒന്നും ഡൗൺ അല്ലെങ്കിൽ അതിൻ്റെ അർത്ഥം ദർ ഇസ് നോ കീ പ്രസ്. അപ്പോൾ നമ്മൾ വീണ്ടും ലൂപ്പ് കണ്ടിന്യൂ ചെയ്യണം. അപ്പോൾ ഇനി കീ പ്രസ് ആയി ദർ ഇസ് എ 0 ഇൻ എനി ഓഫ് ദി കോളംസ്, ദാറ്റ് മീൻസ് ഏതെങ്കിലും ഒരു കോളത്തിൽ കീ പ്രസ് നടന്നിട്ടുണ്ടെന്ന് മൈക്രോ കൺട്രോളറിന് മനസ്സിലായി. സോ വി ഗോ ടു ദ നെക്സ്റ്റ് സ്റ്റേജ്, ദാറ്റ് ഈസ് റോ സ്കാൻ. റോ സ്കാൻ ചെയ്ത് അപ്പോൾ നമ്മൾ ഓരോ റോ വൈസ് ആയിട്ട് റോ സ്കാൻ ചെയ്ത് വീണ്ടും കോളംസ് റീഡ് ചെയ്യാണ്. അപ്പോൾ കീ പ്രസ് ഇൻ ദിസ് റോ, ഏത് റോയിലാണ് കീ പ്രസ് ആയെന്ന് അങ്ങനെ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യണം. ആദ്യം റോ R1 നോക്കി, പിന്നെ R2 നോക്കി, അപ്പോൾ കോളംസ് എല്ലാം ഹൈ തന്നെയാണോ നോക്കി, പിന്നെ R3 നോക്കി, R4 നോക്കി. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരു റോ സ്കാൻ ചെയ്യുമ്പോൾ നമ്മുടെ കോളം വിൽ ഗീവ് എ 0 ഇൻ എനി ഓഫ് ഇറ്റ്സ് ബിറ്റ്. അങ്ങനെ വരുമ്പോൾ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും വിച്ച് കീ ഹാസ് ബീൻ പ്രസ്ഡ്. അങ്ങനെയാണ് ആ കീ പ്രസ് ചെയ്തത് ഏത് റോയിൽ ഏത് കോളത്തിലെ കീ ആണെന്ന് മനസ്സിലാക്കിയിട്ട് വാട്ട് വി ഡു ഇസ് വി ഗോ ടു ദ ലുക്കപ്പ് ടേബിൾ ദാറ്റ് വി ഹാവ് സ്റ്റോർഡ് ഇൻ ദ എക്സ്റ്റേണൽ മെമ്മറി. ആ ലുക്കപ്പ് ടേബിളിൽ നിന്ന് ഏത് കറസ്പോണ്ടിങ് റോയും കോളത്തിലുള്ള ആ ഒരു വാല്യൂ എന്താണോ അത് നമ്മൾ ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ദാറ്റ് വാല്യൂ വിൽ ബി റിട്രീവ്ഡ്. Okay, so this is the flow chart. Now let us see.
Now let us see the program. ഇപ്പോൾ പ്രോഗ്രാമിനെ നമുക്കിത് പല പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്ത് പഠിക്കാം. ദാറ്റ് വുഡ് ബി മോർ ഈസിയർ. ഇതിൽ ആദ്യത്തെ പാർട്ടിൽ വി ആർ ഓൾ ഇനിഷ്യലൈസിങ് ഓൾ ദ റോസ് ആൻഡ് കോളംസ്. പോർട്ട് 1, പോർട്ട് 2 ദാറ്റ് ഇസ് ഇൻപുട്ട് പോർട്ട് നമ്മളെല്ലാം ഹൈ ആക്കി വെച്ചു. All the rows are made into 0, that is port 1. And then we are going to read the columns. അപ്പോൾ ആദ്യം തന്നെ ഗ്രൗണ്ട് എല്ലാ റോസും ഗ്രൗണ്ട് ചെയ്ത് നമ്മൾ കോളംസ് റീഡ് ചെയ്യും. അപ്പം നമുക്കിവിടെ you can see in the next step, that is initialization part. And then we will see whether ഒരു കീ പ്രസ് എങ്ങാനും ഉണ്ടായിട്ടുണ്ടോ, പ്രീവിയസ് കേസിലുള്ള പോലെ വല്ല കീ പ്രസ് ഉണ്ടായിട്ടുണ്ടോ എന്ന് നമ്മൾ എൻഷുർ ചെയ്യാണ്. അതായത് എല്ലാ കീസും ഓപ്പൺ ആണോ ഇനീഷ്യലി, എന്നിട്ട് വേണം നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ. അപ്പോൾ എല്ലാ കീസും ഓപ്പൺ ആണോ എന്ന് ചെക്ക് ചെയ്യാനുള്ള ഒരു പാർട്ടാണിത്, ദിസ് പാർട്ട് ഓഫ് ദി പ്രോഗ്രാം. നെക്സ്റ്റ് ഈസ് വി വിൽ സി എന്തെങ്കിലും ഒരു കീ പ്രസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇനീഷ്യലി വി വിൽ ഹാവ് ദ കോളം സ്കാൻ. കോളം സ്കാൻ കഴിഞ്ഞിട്ട് നമ്മൾ നെക്സ്റ്റ് പാർട്ടിലേക്ക് പോകുമ്പോഴാണ് റോ സ്കാൻ നടക്കുന്നത്. ദിസ് പാർട്ട് ഫോംസ് റോ സ്കാൻ. ഇവിടെയാണ് റോ സ്കാൻ നടക്കുന്നത്. അപ്പോൾ നമുക്ക് ഓരോ റോ വൈസ് ആയിട്ട് റോ 0 സ്കാൻ ചെയ്തു, റോ 1 സ്കാൻ ചെയ്തു, റോ 2 സ്കാൻ ചെയ്തു, റോ 3 അങ്ങനെ റോ വൈസ് ആയിട്ട് നമ്മൾ സ്കാൻ ചെയ്തുകൊണ്ടിരിക്കുക. ആൻഡ് ഫൈനലി നമ്മൾ ഏത് റോയിലാണെന്ന് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ വി വിൽ ഗോ ടു ദ എക്സ്റ്റേണൽ മെമ്മറി ഇൻ വിച്ച് വി ഹാവ് ദ ലുക്കപ്പ് ടേബിൾ. ആ ലുക്കപ്പ് ടേബിളിൽ എവിടെയാണോ ആ വാല്യൂ കിടക്കുന്നത് ദാറ്റ് വിൽ ബി ഒബ്റ്റെയിൻഡ്. അത് റിട്രീവ് ചെയ്യണം. അപ്പോൾ ആ കീ കോഡിൽ നമ്മൾ കൊടുത്തിരിക്കുന്ന വാല്യൂ ഏതാണോ ദാറ്റ് ഇസ് ദ കറസ്പോണ്ടിങ് കീ കോഡ്. ഇപ്പോൾ റോ 0ക്ക് വേണ്ടിയിട്ടുള്ള കീ കോഡിൽ നമുക്ക് 0, 1, 2, 3 എന്ന് പറയുന്ന ആ ഒരു റോ 0യിലുള്ള വാല്യൂസ് ഉണ്ടാവും. ജസ്റ്റ് ലൈക്ക് ദാറ്റ് കീ കോഡ് 3 വരെ യു ഹാവ് ഡിഫറെൻറ്റ് റോസ് ഇൻ വിച്ച് യു ഹാവ് ഓൾ ദ വാല്യൂസ്. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ ഏതാണ് മാച്ച് ആവുന്നതെന്ന് കണ്ടുപിടിച്ച് ദാറ്റ് വിൽ ബി റിട്രീവ്ഡ് ഫ്രം ദ ലുക്കപ്പ് ടേബിൾ. അപ്പോൾ ഇങ്ങനെ ഡിഫറെൻറ്റ് പാർട്സ് ആയിട്ട്. അപ്പോൾ ആദ്യം ഇനീഷ്യലൈസേഷൻ, പിന്നെ എല്ലാ കീയും ഓപ്പൺ ആണോ എന്ന് ആദ്യം ചെക്ക് ചെയ്ത് നോക്കുന്നു. എല്ലാം ഓപ്പൺ ആണെങ്കിൽ നമ്മൾ പ്രോഗ്രാമിലേക്ക് കടക്കുകയാണ്. where we first do the column scan and then the row scan. Row scan ഓരോ row wise ആയിട്ട് സ്കാൻ ചെയ്തതിന് ശേഷം ഏത് റോയിലാണെന്ന് ഏത് കോളത്തിലാണെന്ന് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ we go to the external memory to retrieve the value from the lookup table that finds a particular match. ഇവിടെ നമുക്ക് ഈ പ്രോഗ്രാമിൽ കാണാം. നമുക്കിനി ഓരോ ലൈൻ ബൈ ലൈൻ ആയിട്ട് പ്രോഗ്രാം നോക്കാം. ഇനിഷ്യലി പോർട്ട് 2 നമ്മൾ ഇനിഷ്യലൈസ് ചെയ്തു. ഇറ്റ് ഈസ് മെയ്ഡ് ഹൈ അല്ലെ, ഇൻപുട്ട് പോർട്ട് P2 ഹൈ ആക്കി വെച്ചു എല്ലാം. ആൻഡ് P1 പോർട്ട് 1 ഇസ് ഓൾ ഗ്രൗണ്ടഡ്, എല്ലാം 0 ആക്കി വെച്ചു. റൈറ്റ്, പോർട്ട് 1 ഇസ് ഗ്രൗണ്ടഡ്. നെക്സ്റ്റ് നമ്മൾ K1 എന്ന് പറഞ്ഞ നെക്സ്റ്റ് പാർട്ട് ഓഫ് ദി പ്രോഗ്രാമിലേക്ക് കടന്നു. യു ക്യാൻ സീ ദാറ്റ് ഓൾ ദ റോസ് ആർ ഗ്രൗണ്ടഡ് അല്ലേ. പോർട്ട് 1ലുള്ള എല്ലാ ദാറ്റ് ഇസ് ഗ്രൗണ്ടഡ്. ആൻഡ് പോർട്ട് 2ലെ വാല്യൂസ് നമ്മൾ അക്യുമുലേറ്ററിലേക്ക് മൂവ് ചെയ്തു. ദാറ്റ് ഈസ് കോളം റീഡ് ചെയ്യാണ്. ജസ്റ്റ് ടു എൻഷുർ ദാറ്റ് ഓൾ കീസ് ആർ ഓപ്പൺ. എല്ലാ കീയും ഓപ്പൺ ആണോ എന്നൊന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കോളം റീഡ് ചെയ്യുന്നു. അപ്പോൾ എല്ലാം ഹൈ ആയിട്ട് 1 ആയിട്ട് തന്നെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്കറിയാം എല്ലാ കീയും ഓപ്പൺ ആണ്. ഇൻ കേസ് ഇതിൽ ഏതെങ്കിലും ഒരു കോളത്തിൽ 0 വന്നു കഴിഞ്ഞാൽ വി കൺസിഡർ ദാറ്റ് വൺ ഓഫ് ദ കീ ഈസ് പ്രസ്ഡ്. ഓക്കെ, അപ്പോൾ ഇനി നെക്സ്റ്റ് സ്റ്റേജിൽ ആൻഡ് ഓപ്പറേഷൻ ചെയ്യുന്നുണ്ട്. അക്യുമുലേറ്ററിലെ കണ്ടന്റും ദാറ്റ് ഈസ് P2ലെ കണ്ടന്റ് നമ്മൾ അക്യുമുലേറ്ററിലേക്ക് മൂവ് ചെയ്തായിരുന്നു റീഡ് ചെയ്യാൻ. ആൻഡ് ദിസ് ഇസ് മാസ്ഡ് വിത്ത് ആൻഡ് യു ഡു ആൻ ആൻഡ് ഓപ്പറേഷൻ വിത്ത് ദിസ് വാല്യൂ. എന്തിനു വേണ്ടിയിട്ടാ? നമുക്ക് 4 ബിറ്റ്സ് മതി അല്ലേ, നമ്മുടെ പോർട്ടിൽ 4 ബിറ്റ്സ് എടുക്കുന്നുള്ളൂ. ഈ 8 ബിറ്റിലെ ഹയർ 4 ബിറ്റ് ദാറ്റ് ഇസ് അൺയൂസ്ഡ്, നമുക്കത് ആവശ്യമില്ല. അതുകൊണ്ട് ആ ഹയർ 4 ബിറ്റിനെ മാസ്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആൻഡ് ഓപ്പറേഷൻ ചെയ്യുന്നത്. അപ്പോൾ ആ 4 ബിറ്റ് എന്താണെങ്കിലും നമ്മളത് കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല, അതൊക്കെ 0 ആയിക്കോട്ടെ. വി ആർ കൺസേൺഡ് ഓൺലി വിത്ത് ദിസ് വാല്യൂ. ഈ ലോവർ 4 ബിറ്റ് നമുക്ക് ആവശ്യമുള്ളൂ. നമ്മൾ അതിന് വേണ്ടിയിട്ടാണ് ആൻഡ് ഓപ്പറേഷൻ ചെയ്ത് അൺയൂസ്ഡ് ബിറ്റ്സ് ഒക്കെ മാസ്ക് ചെയ്ത് വെക്കുന്നത്. നെക്സ്റ്റ് വാട്ട് യു ഡു ഇസ് കമ്പയർ ആൻഡ് ജമ്പ് ഇഫ് നോട്ട് ഈക്വൽ. എയിലെ കണ്ടന്റും നമ്മൾ ഈ ഒരു വാല്യൂ ദിസ് ഇസ് കമ്പയർഡ്, ഈക്വൽ ആണോ നോക്കി. എല്ലാം 1 ആണോ, കോളംസ് എല്ലാം 1 ആണോ എന്ന് നോക്കണമല്ലോ. കോളംസ് എല്ലാം 1 ആണെങ്കിൽ ദർ ഇസ് നോ കീ പ്രസ്ഡ്. ഇനി അല്ലാന്നുണ്ടെങ്കിലോ, ഈക്വൽ അല്ലാന്നുണ്ടെങ്കിലോ അവിടെ ഒരു കീ പ്രസ് നടന്നിട്ടുണ്ട്. ദാറ്റ് മീൻസ് യു ഹാവ് ടു അഗൈൻ ഗോ ബാക്ക് ആൻഡ് സീ ദാറ്റ് ഓൾ കീസ് ആർ ഓപ്പൺ. ഇപ്പോൾ കീ പ്രസ് നടന്നിട്ടുണ്ടെങ്കിൽ യു ഹാവ് ടു ഗോ ബാക്ക് ആൻഡ് അഗൈൻ സീ ദാറ്റ് എവറിത്തിങ് ഇസ് ഓപ്പൺ. ഇനി എല്ലാം ഈക്വൽ ആണ്, ദാറ്റ് ഈസ് നോ കീ ഈസ് ബീങ് പ്രസ്ഡ്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് സ്റ്റേജിലേക്ക് കടക്കാം.
you call a delay of 20 milliseconds. That is the typical delay for an 8051 microcontroller. Normally നമ്മൾ എത്ര എടുക്കാറുള്ളൂ, ഇനി കൂടുതൽ എടുക്കണമെങ്കിൽ അങ്ങനെ എടുക്കാം. We normally take 20 milliseconds. ഇനി നമ്മൾ പോർട്ട് 2-ലെ കണ്ടന്റ് റീഡ് ചെയ്യാണ്. പോർട്ട് 2-ലെ കണ്ടന്റ് is moved to accumulator to see. Again we see for any key press. അങ്ങനെ എന്തെങ്കിലും key press ഉണ്ടെങ്കിൽ നമ്മൾ അത് വീണ്ടും ചെക്ക് ചെയ്യും. കീ പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ യു നോ വാട്ട് ഹാപ്പൻസ്. അപ്പം നമുക്ക് ആ കോളത്തിൽ എല്ലാം 1-ന് പകരം 0 വരും അല്ലേ. അപ്പം നമ്മൾ അഗൈൻ അൺയൂസ്ഡ് ബിറ്റ്സ് ഒക്കെ മാസ്ക് ചെയ്യാൻ വേണ്ടി ആൻഡ് ഓപ്പറേഷൻ ചെയ്തു. വീണ്ടും കമ്പയർ ചെയ്തു. എന്താണ്, എല്ലാം 1-ഉമായിട്ട് കമ്പയർ ചെയ്ത് നോക്കി. ആൻഡ് അക്യുമുലേറ്ററിലെ കണ്ടന്റും ഈ വാല്യൂം കമ്പയർ ചെയ്ത് നോക്കുമ്പം ലോവർ 4 ബിറ്റ് നമ്മൾ കമ്പയർ ചെയ്യുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഏതെങ്കിലും ഒരെണ്ണം 0 ആണെങ്കിൽ ദിസ് വിൽ നോട്ട് ബി ഈക്വൽ അല്ലേ. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്, ഒരു കീ പ്രസ് കൺഫേം ആയിട്ടുണ്ട്, കീ പ്രസ് ചെയ്തിട്ടുണ്ട്. വി ഹാവ് ടു ഗോ ടു ഓവർ, അതായത് നെക്സ്റ്റ് പാർട്ട് ഓഫ് ദി പ്രോഗ്രാമിലേക്ക് പോകണം. ഈക്വൽ അല്ല എന്നുണ്ടെങ്കിൽ അല്ലേ, അവിടെ ഒരു കീ പ്രസ് ഉണ്ടായെന്ന് മനസ്സിലായി. അപ്പം നമ്മൾ ആ കോളം സ്കാൻ ചെയ്തു ഇല്ലേ. ഇനി കീ പ്രസ് ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ വി അഗെയിൻ ഗോ ബാക്ക് ടു K2 ആൻഡ് റിപ്പീറ്റ് ദ സെയിം പ്രോസസ്. വീണ്ടും കോളം സ്കാൻ ചെയ്തുകൊണ്ടിരിക്കും. ഇനി അവിടെ ഒരു കീ പ്രസ് നടന്നിട്ടുണ്ടെന്ന് കൺഫേം ചെയ്തു, കോളമിൽ ഈ മാച്ചായിട്ട് വന്നില്ല, ഈക്വൽ അല്ല. ദാറ്റ് മീൻസ് ഈ ഓവർ എന്ന് പറഞ്ഞ പ്രോഗ്രാമിൽ എന്താ സംഭവിക്കണേന്ന് നോക്കാം. ഓവർ എന്ന് പറഞ്ഞ ഈ ഒരു പാർട്ടിൽ നമ്മൾ വീണ്ടും ഡിലേ കോൾ ചെയ്തു. ഒരു ഡിബൗൺസ് ടൈം ദാറ്റ് ഇസ് 20 milliseconds. പോർട്ട് 2-ലെ കണ്ടന്റ് നമ്മൾ അക്യുമുലേറ്ററിലേക്ക് മൂവ് ചെയ്തു. ആൻഡ് വി അഗൈൻ ഡു ദ സെയിം പ്രോസസ് ആൻഡ് കമ്പയർ ആൻഡ് ജമ്പ് ഇഫ് നോട്ട് ഈക്വൽ. അക്യുമുലേറ്ററിലെ കണ്ടന്റും ഇതും കൂടെ കമ്പയർ ചെയ്തിട്ട് ഈക്വൽ അല്ല എന്നുണ്ടെങ്കിൽ ഓവർ 1-ലേക്ക് പോയി. ആ ഒരു കോളം സ്കാൻ കഴിഞ്ഞു, നമ്മൾ വീണ്ടും നെക്സ്റ്റ് സ്റ്റേജിലേക്ക് പോയി. വാട്ട് ഹാപ്പൻസ് ഹിയർ, നമ്മളിവിടെ ഇനി റോ സ്കാനിലേക്ക് കടക്കാൻ പോവാണ്. കോളം സ്കാൻ കഴിഞ്ഞു. കോളം സ്കാനിൽ റോ സ്കാനിൽ നമ്മൾ ഇനിഷ്യലി എന്ത് ചെയ്യും, യു ഹാവ് നമ്മൾ ഈ ഹയർ 4 ബിറ്റിൻ്റെ കാര്യം നോക്കണ്ട, യു കൺസിഡർ ദിസ് പാർട്ട്. അപ്പോൾ റോ 0 ആണ് ആദ്യം നോക്കേണ്ടതെങ്കിൽ റോ 0 നമുക്കിവിടെ എത്ര റോസ് ഉണ്ട്, ദിസ് ഇസ് ഹൗ യു ഹാവ് ദ റോസ് അല്ലേ. 1 2 3 4 കൊടുത്തു. ആൻഡ് ദീസ് ആർ ദ കോളംസ് റൈറ്റ്. അപ്പോൾ നമ്മൾ റോസ് നോക്കുമ്പം ഇനീഷ്യലി 1 1 1 0 ആണെങ്കിൽ റോ 0 ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നതെന്ന് അറിയാം അല്ലേ. 1 1 1 0. അപ്പം നമ്മൾ റോ 0 നമുക്ക് വേണമെങ്കിൽ സ്കാൻ ചെയ്ത് നോക്കാം. ദാറ്റ് ഈസ് വാട്ട് ഈസ് ഡൺ ഇൻ ദ പ്രോസസ്. നമ്മളത് കമ്പയർ ചെയ്ത് നോക്കി. ആൻഡ് ദെൻ ഇഫ് നോട്ട് ഈക്വൽ വി ഗോ ടു റോ 0. റോ 0 എന്ന് പറയുന്ന ആ ഒരു പ്രോഗ്രാം ആ ഒരു സബ് റൂട്ടീനിൽ എന്താ സംഭവിക്കുക, നമ്മൾ എക്സ്റ്റേണൽ മെമ്മറിയിൽ നിന്ന് റോ 0-യിലുള്ള ആ ഒരു കീ കോഡ് നമ്മൾ റിട്രീവ് ചെയ്തെടുക്കാൻ പോവുകയാണ്. സിമിലർലി again move P1 and go to the next stage. പിന്നെ അടുത്ത റോ 1 സ്കാൻ ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്യും, നെക്സ്റ്റ് സ്റ്റേജിൽ 1 1 0 1 ആണ് അല്ലേ. ഞാൻ പറഞ്ഞു യു ഡോണ്ട് ഹാവ് ടു കൺസിഡർ ദിസ് പാർട്ട്, ഹയർ ബിറ്റിൻ്റെ കാര്യം നോക്കണ്ട. അപ്പോൾ 1 1 0 1 ആണ് നെക്സ്റ്റ് റോ 1-ൻ്റേത് അല്ലേ, അതാണ് ഇവിടെ കാണുന്നത്. അഗെയിൻ യു ഗ്രൗണ്ട് റോ 1 ആൻഡ് കമ്പയർ ഇറ്റ് റൈറ്റ്. അപ്പം നമ്മൾ എന്നിട്ട് ഓരോ കോളംസ് ആയിട്ട് നമ്മൾ റീഡ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ അവിടെ എവിടെയെങ്കിലും കീ പ്രസ് ഉണ്ട്, ഐ മീൻ ഈക്വൽ അല്ല അങ്ങനെ ഒരു കീ പ്രസ് ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ കോളംസിൽ ഒരു 0 വന്നിട്ടുണ്ടാവും. അപ്പം അങ്ങനെ നമുക്ക് റോ 1-ഉം ഐഡൻറ്റിഫൈ ചെയ്യാം. റോ 1-ൽ കീ പ്രസ് ഉണ്ടോ എന്ന് ഐഡൻറ്റിഫൈ ചെയ്യാം. അഗെയിൻ ഇനി ഈക്വൽ ആണെന്നുണ്ടെങ്കിൽ വി അഗെയിൻ ഗോ ബാക്ക് ടു ദ നെക്സ്റ്റ് സ്റ്റേജ് ആൻഡ് ഗോ ഫോർ സ്കാനിങ് റോ 2. ഇതേപോലെ തന്നെ റോ 2-ൽ എങ്ങനെയാണ് ചെയ്യുക, 1 0 1 1 റൈറ്റ്. ഇതേപോലെ സെയിം പ്രോസസ് ഈസ് ബീങ് റിപ്പീറ്റഡ് ആൻഡ് യു ഗോ ആൻഡ് റിട്രീവ് ദ വാല്യൂ ഓഫ് കീ കോഡ് ഓർ ഫ്രം ദ ലുക്കപ്പ് ടേബിൾ ഫോർ റോ 2. സിമിലർലി റോ 3-ക്കും ഉള്ള പ്രോസസ്സ് കഴിഞ്ഞു. ആൻഡ് റോ 3-യും ചെയ്തു. റോ 3-ലെ വാല്യൂവും നമ്മൾ നോക്കി. ഇനി നമുക്ക് ആ ഒരു മാച്ച് വരുന്നുണ്ടോ നോക്കണം. അതിന് വേണ്ടിയിട്ടാണ് റൊട്ടേറ്റ് റൈറ്റ് ക്യാരി. ഇത് അക്യുമുലേറ്ററിലെ കണ്ടന്റ് റൊട്ടേറ്റ് ചെയ്തു, റൈറ്റ് റൊട്ടേറ്റ് ചെയ്ത് നോക്കുവാണ്. റൊട്ടേറ്റ് റൈറ്റ് വിത്ത് ക്യാരി. അപ്പോൾ ടു സി ഇഫ് എനി ക്യാരി ബിറ്റ് ഇസ് ലോ, ക്യാരി ബിറ്റ് ഏതെങ്കിലും അത് അപ്പോൾ അക്യുമുലേറ്ററിലെ കണ്ടന്റ് ഇപ്പോൾ
1 1 0 1 ആണെങ്കിൽ നമ്മൾ അതിനെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. at what time the carry becomes 0 അത് നമ്മൾ ചെക്ക് ചെയ്യണം. അപ്പോൾ ക്യാരി ബിറ്റ് 0 ആവുന്ന ആ ഒരു പോയിന്റ് നമുക്ക് വേണം. അപ്പോൾ we see for a match jump if no carry, if 0 then get the ASCII code. അപ്പോൾ ആ ഒരു ASCII കോഡ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ലുക്കപ്പ് ടേബിളിലേക്ക് കയറും. അപ്പോൾ ആ ഒരു മാച്ച് കിട്ടുവാണെങ്കിൽ we go to the external memory and get the value from the lookup table that is being mentioned here in this part of the program. Okay, അപ്പോൾ അങ്ങനെ അത് വന്നു കഴിയുമ്പോൾ അത് ഡിസ്പ്ലേ ചെയ്യാൻ ആൻഡ് യു ക്യാൻ നമ്മൾ ആ വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ നമുക്കത് ഡിസ്പ്ലേ ചെയ്യാം. ദാറ്റ് ക്യാൻ ബി ഡിസ്പ്ലേഡ് ഓൺ ദ പോർട്ട് 0. പോർട്ട് 0യുടെ കാര്യം ഇവിടെ പറയുന്നില്ല. പോർട്ട് 0യിലേക്ക് നമ്മൾ LCD വല്ലതും കണക്ട് ചെയ്തിട്ടുണ്ടാവും. അങ്ങനെ ആ പോർട്ട് 0യിലേക്ക് നമുക്ക് അതിൻ്റെ ആ ഒരു ഡിസ്പ്ലേ കാണിക്കാൻ പറ്റും. ദാറ്റ് ഇസ് ദ ഡിസ്പ്ലേ പാർട്ട് ഇസ് ബീങ് മെൻഷൻഡ് ഹിയർ. അപ്പോൾ ആ ഒരു മാച്ച് വന്നാൽ ദാറ്റ് ഇസ് ഒരു 0 കിട്ടിക്കഴിഞ്ഞാൽ നമുക്കറിയാം ഏത് കീ ആണ്, ഏത് റോയിലുള്ള ഏത് കോളത്തിലുള്ള വിച്ച് കീ ഈസ് ബീങ് പ്രസ്ഡ്. ആ കീയുടെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ASCII കോഡ് ദാറ്റ് ക്യാൻ ബി റിട്രീവ് ഫ്രം ദ ഡീപ് ഡാറ്റ പോയിന്റ് എക്സ്റ്റേണൽ മെമ്മറി ആൻഡ് ദാറ്റ് ഇസ് മൂവ്ഡ് ടു പോർട്ട് 0. പോർട്ട് 0യിൽ ആരാ കണക്ട് ചെയ്തിരിക്കുന്നത്? ദാറ്റ് വിൽ ബി ദ LCD ഓർ LED, ഏതെങ്കിലും ഒരു ഡിസ്പ്ലേ ഡിവൈസ് കണക്ട് ചെയ്തിട്ടുണ്ടായിരിക്കും. അതിൽ നമുക്ക് ആ ഒരു ഡിസ്പ്ലേ ചെയ്യാൻ പറ്റും. So that is all about keyboard interfacing of 8051. Thank you.